ബാർക്കോഴ വിവാദത്തിൽ ബാർ ഉടമകളുടെ വാദം ശരിവെച്ച് ക്രൈംബ്രാഞ്ച്. പണപ്പിരിവ് നടത്തിയത് മദ്യനയം മാറ്റവുമായി ബന്ധപ്പെട്ടല്ലെന്ന് അന്വേഷണ സംഘം. കോഴയ്ക്കായി പണം പിരിച്ചതിന് മൊഴിയോ തെളിവോ ഇല്ല. പിരിവെടുത്ത് കെട്ടിടം വാങ്ങാനെന്നും കണ്ടെത്തൽ. ബാറുടമ അനിമോന്റെ ശബ്ദ സന്ദേശം തെറ്റിദ്ധാരണ മൂലമാണെന്നും ക്രൈംബ്രാഞ്ച്. വിവരങ്ങൾ അഞ്ജു ജയപ്രകാശ് നൽകും. അഞ്ജു, എന്തൊക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ? ആതിര, ഈ പണപ്പിരിവ് നടത്തിയിരിക്കുന്നത് മദ്യനയ മാറ്റത്തിനല്ല. അതായത് മദ്യനയവുമായി ബന്ധപ്പെട്ട ബാർ ഉടമയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുള്ള കാര്യത്തിലേക്കാണ് പോകുന്നത്. ഈ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന് വേണ്ടിയാണ് ഈ പണപ്പിരിവ് നടന്നതെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് അടുത്തയാഴ്ച തന്നെ നൽകുമെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. ഈ തിരുവനന്തപുരം PMGയിൽ ഈ അസോസിയേഷന് പുതിയൊരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനായി പണം പിരിക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. അങ്ങനെ ആ യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കമുള്ള രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതില് ഏകദേശം ഒരു 4.5 കോടി രൂപയോളം ഈ ആവശ്യത്തിനായി പിരിച്ചതിന് രേഖകളും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഈ അസോസിയേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ വിശദമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ബാർ ഉടമകളുടെ ഫോൺ രേഖകളും എല്ലാം ഈ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ബാർ ഉടമയുടെ ആസ്ഥാന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പണമിടപാട് നടത്തിയിരിക്കുന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഈ കെട്ടിട നിർമ്മാണത്തിന് സംഘടന തീരുമാനിച്ചതിന് തെളിവുകളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബാർ ഉടമയിൽ നിന്ന് പിരിച്ച തുകയും ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചെലവുകളും ഒത്തുപോകുന്നതാണെന്ന് വ്യക്തമായതോടുകൂടിയാണ് ഈ പണപ്പിരിവ് നടത്തിയത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയത്. ഒപ്പം ഈ പല രാഷ്ട്രീയ പാർട്ടി അനുഭാവികളും ഉൾപ്പെടുന്നതാണ് ഈ ബാർ ഉടമ അസോസിയേഷന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അടക്കമുള്ള ആളുകളും ഈ ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നു. ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയാണ് പണപ്പിരിവ് നടത്തിയതെന്ന് ബാർ ഉടമ അസോസിയേഷൻ നേതാക്കൾ തുടക്കം മുതൽ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ ഈ അനിമോനും പിന്നീട് ഈ ആരോപണം തിരുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തെറ്റിദ്ധാരണ മൂലമാണ് അനിമോൻ അത്തരത്തിലൊരു സന്ദേശം അയക്കാൻ ഇടയാക്കിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം വിശദമാക്കുന്നത്. ഇത് അംഗീകരിക്കാതെ പ്രതിപക്ഷം ഇങ്ങനെ പല ആരോപണങ്ങളുമായി മുന്നോട്ടേക്ക് പോയതാണ്. നിലവിൽ ഇതൊരു വ്യാജ ആരോപണമാണ് എന്ന തരത്തിലേക്കാണ് എത്തുന്നത്. ഇനിയിപ്പോൾ അന്വേഷണ റിപ്പോർട്ട് അടുത്തയാഴ്ച സമർപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ബാർ ഉടമ അനിമോന്റെ ശബ്ദ സന്ദേശം തെറ്റിദ്ധാരണ മൂലമാണെന്നുൾപ്പെടെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. ആതിര, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്ത് നിന്ന്.